പ്രൈസിലോട് ക്രൈസ്റ്റ് മണി ഒരു ദൈവം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു സ്നേഹത്തെ വന്നിട്ട് പ്രാവശ്യം അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പിയ ലേഖനം 4:13 വാക്യം ഇങ്ങനെ പറയുന്നു: എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസാണ് ഫിലിപ്പിയ ലേഖനം എഴുതിയത്. ഫിലിപ്പിയ ലേഖനം അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ നിന്നാണ് എഴുതുന്നത്. ഫിലിപ്പിയ ലേഖനം ഒരു കാരാഗൃഹ ലേഖനമാണ്. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഹല്ലേലൂയ ഞാൻ സകലത്തിലും മതിയാകുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ക്രിസ്തു ഹല്ലേലൂയ ഏത് സാഹചര്യങ്ങൾ കൂടെ കടന്നുപോയി. ഇന്ന് അപ്പോസ്തലനായ പൗലോസിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ജയിലറയ്ക്കകത്ത് ഈ ബന്ദിയാക്കി അടിമത്തത്തിൽ കിടക്കുന്ന ഭക്തനായ മനുഷ്യൻ. ചുറ്റും ഇരുൾ നിറഞ്ഞിരിക്കുന്നു. തനിക്ക് പുറത്തുനിന്ന് നടക്കുവാൻ കഴിയുന്നില്ല. താൻ സ്ഥാപിച്ച സഭകളിലൊന്നും പോകുവാൻ കഴിയാതെ ഹല്ലേലൂയ ഒരു വലിയ അടിമത്തത്തിന്റെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറയുന്നത്. ഞാൻ ബലഹീനതാണ്. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ഹല്ലേലൂയ തളർന്നു പോയേക്കാം, ക്ഷീണിച്ചു പോയേക്കാം, എനിക്ക് ശക്തിയില്ലാതെ പോയെങ്കിലും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എന്റെ സകലത്തിലും മതിയാകുന്നു. സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. ഞാൻ സകലത്തിനും ജയിക്കും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും യേശുവിനെ ശക്തനാക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയിലൂടെ നമുക്ക് വെല്ലുവിളികളെ ഹല്ലേലൂയ നമ്മുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതാണ് ഒരു ഭക്തന് ലഭിക്കുന്ന സംതൃപ്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനേക്കാൾ, മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവശക്തിക്ക് വേണ്ടി നാം ആഗ്രഹിക്കുകയും ദൈവസന്നിധി നാം സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തെ ഹല്ലേലൂയ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ബാഹ്യ സാഹചര്യങ്ങളിൽ നാം നോക്കരുത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തില് തനിക്ക് ആരുമില്ലാത്ത ഒരു വ്യക്തിയല്ല. അപ്പോസ്തലനായ പൗലോസിന് എല്ലാം സമ്പത്താണെങ്കിലും, വിദ്യാഭ്യാസമാണെങ്കിലും, കുടുംബ മഹിമയാണെങ്കിലും, പിതാവാണെങ്കിലും എല്ലാം കുടുംബമുണ്ട് അപ്പോസ്തലനായ പൗലോസ്. പക്ഷെ എന്നാൽ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ എല്ലാം ഉപേക്ഷിച്ചു. ദൈവിക ദർശനം പ്രാപിച്ചെടുത്ത അപ്പോസ്തലനായ പൗലോസ് നമുക്ക് കാണുവാൻ കഴിയും. സഭയെ മുടിച്ച് ദ്രോഹിച്ച് ഹല്ലേലൂയ യേശുവിനെ ഹല്ലേലൂയ ആരാധിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് ഉപദ്രവിച്ചിരുന്ന ഒരു ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ കർത്താവ് നേരിട്ട് ഇറങ്ങി ഹല്ലേലൂയ ശൗലിന് മനസ്സാന്തരം കൊടുക്കുന്ന കാണുവാൻ കഴിയും. ഈ സഭയെ മുടിപ്പിക്കേണ്ടതിന് കത്തുമായി പോയ ഹല്ലേലൂയ ശൗലിനെ ദൈവിക സന്ദർശനത്തിലൂടെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഹല്ലേലൂയ ശൗലിന്റെ നേരെ കടന്നു ചെന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? താഴെ വീണുവാനിടയായി. ഹല്ലേലൂയ. അത്രയുമുള്ളവരെ മാനുഷികമായ ശക്തിക്ക് ദൈവത്തിന്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ആ ശക്തി എന്ത് ചെയ്തു? അതിൽ താഴെ കുതിരയുടെ മുഖത്തും താഴെ വീണു. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നു, ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോഴാണ് ഹല്ലേലൂയ കർത്താവ് എന്തുകൊണ്ടാണ് കർത്താവേ എന്ന് വിളിച്ചത്? ശൗലിന് നേരത്തെ ഹല്ലേലൂയ യേശുവിനെ അറിയാം. ഹല്ലേലൂയ അല്ലേ? ശൗലിന്റെ വായിൽ നിന്ന് വന്നത് കർത്താവേ ഹല്ലേലൂയ നീ ആരാകുമെന്ന് ചോദിക്കുന്നത്. അപ്പൊ പറയുന്നത് നീ ഉപദ്രവിക്കുന്ന യേശു എന്നാ പറയുന്നത്. യേശുവിനെ അവൻ ഉപദ്രവിച്ചെന്നല്ല പറയുന്നത്. കർത്താവ് പറയാണ്, എൻ്റെ മക്കളെ തൊടുന്നവർ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് തൊടുന്നത്. അവരെ തൊടുന്നവർ എന്നെ തൊടുകയാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ ഹല്ലേലൂയ ഒരു സുവിശേഷത്തിന് വിരോധമായി സുവിശേഷ വിരോധികളാൽ ഹല്ലേലൂയ പീഡിപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരെ തൊടുമ്പോൾ എന്നെ തൊടുന്നത് തുല്യമാണെന്നാണ് പറയുന്നത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണമെന്ന ദൈവമെടുത്ത തീരുമാനമാണ്. നമുക്കത് വായിക്കുവാൻ കഴിയും. പിന്നത്തേതിൽ അപ്പോസ്തലനായ പൗലോസിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ദൈവിക സന്ദർശനം പ്രാപിച്ചവൻ അന്ധനായി തീർന്നു. ഇരുട്ട് എന്തെന്ന് ദൈവം എന്ത് ചെയ്തു? മനസ്സിലാക്കി കൊടുത്തു. സുഖലോപിനായി ജീവിച്ചൊരു മനുഷ്യൻ ദൈവിക സന്ദർശനം പ്രാപിച്ചപ്പോൾ
ചില നഷ്ടങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. അത് സ്ഥിരമായ നഷ്ടമല്ല, ഹല്ലേലൂയ, ചിലത് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം അത് ഇടയാക്കി. പിന്നത്തെ നമുക്ക് കാണുവാൻ കഴിയുന്ന അപ്പോസ്തലനായ പൗലോസിന് കാഴ്ച തിരിച്ച് ലഭിക്കുകയും കർത്താവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ ഇടയായിരിക്കുന്നു. അതുവരെ ദൈവത്തെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചുകൊണ്ട് നടന്ന വ്യക്തി പിന്നത്തെ കർത്താവിനെ ഹല്ലേലൂയ പ്രസംഗിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ്, പിന്നത്തേതിൽ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ, ദൈവത്തിന് വേണ്ടി ഇത്രത്തോളം കഷ്ടം അനുഭവിച്ച ഒരു മനുഷ്യൻ ഈ തിരുവചനത്തിൽ നാം കാണുന്നില്ല. ഹല്ലേലൂയ, എത്രമാത്രം കഷ്ടം താൻ അനുഭവിച്ചു കഴിഞ്ഞു. തൻ്റെ ജീവിതത്തിന്റെ അവസാന മരണസമയത്ത് പോലും ഹല്ലേലൂയ തന്നെ നെടുകെ അറുക്ക വാളിനാൽ ഹല്ലേലൂയ അറുത്തു കൊല്ലുക ശത്രു പോലെ സമർപ്പിച്ചതിനു വേണ്ടി സമർപ്പിച്ചപ്പെട്ട ഒരു ഹല്ലേലൂയ ഭക്തനായ മനുഷ്യൻ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. നമുക്ക് പിന്നെയും കാണുവാൻ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, കാട്ടിലെ ആപത്തിലൂടെ, കടലിലെ ആപത്തിലൂടെ, കള്ള സഹോദരന്മാരുടെ ആപത്തിലൂടെ ഞാൻ കടന്നുപോയി. ഹല്ലേലൂയ. പിന്നത്തെ മെലീത്ത ദ്വീപിൽ തന്നെ ഹല്ലേലൂയ അണലി ഹല്ലേലൂയ കടിക്കുവാൻ എന്നാൽ ദൈവശക്തിയാൽ താൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ഇത് പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്ന. ഇത്രത്തോളം കഷ്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടും അവിടെ എല്ലാം എന്നെ ശക്തനാക്കിയ ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്നെ ഇവിടെയും ശക്തനാക്കുവാൻ, ശക്തിപ്പെടുത്തുവാൻ കഴിയുമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് ഹല്ലേലൂയ കർത്താവിന് അമിതപക്ഷി ശക്തരായിരിക്കും നമ്മോട് പറയുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ് ആ ശക്തിയിൽ ഉയർത്തുകയായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിന്റെ ഹല്ലേലൂയ മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സമർപ്പിക്കപ്പെട്ട് വിശ്വാസത്തിന്റെ പരിപൂർണതയിൽ ജീവിച്ച് കർത്താവിന് വേണ്ടി ജീവിച്ച് അവസാനം ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിച്ചു കൊടുത്ത ഒരു ഭക്തനായ മനുഷ്യൻ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇന്ന് കാരാഗ്രഹത്തിന്റെ അവസ്ഥകൾ പുറമേ കാരാഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ എന്നാൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഒതുക്കപ്പെട്ടു പോയി ഹല്ലേലൂയ പുറത്തു പോകുവാനോ ഒന്നും ചെയ്യുവാനോ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാനോ നമുക്ക് കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം പുറത്തു കൊണ്ടുവന്ന ശക്തനാക്കുന്ന ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചു മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ പ്രതിസന്ധി കണ്ട് നമ്മെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. തന്നെ ഹല്ലേലൂയ നോക്കുക. ഹല്ലേലൂയ കർത്താവിനെ ദ്രോഹിച്ച ദൈവവചനത്തിനെതിരായി നിന്നൊരു ഭക്തനായ മനുഷ്യനെ തൻ്റെ യഹൂദ പാരമ്പര്യത്തിലാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി പിന്നെ ഇരുവേർ ജീവിപ്പാൻ ദൈവം ഇടയാക്കി. പ്രിയരെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുണ്ട് കർത്താവിനെ ഉപദ്രവിക്കുന്നവർ നമ്മുടെ കുടുംബങ്ങളിലും കാണും. ഹല്ലേലൂയ. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയും, പിന്നത്തെ അവര് ശക്തരായ ശുശ്രൂഷകരാക്കി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവം അവരെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. തിരുവചനത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഉയർച്ചകളും താഴ്ചകളും ഹല്ലേലൂയ എല്ലാം കർത്താവിൽ നിലനിൽക്കുവാൻ സ്വർഗീയ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾക്ക് ദൈവം ശക്തി തരും. ദൈവം നിങ്ങളെ പുറത്തെടുക്കും, ആത്മാവിനെ നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.